തന്റെ അനന്തരവൻ എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട്? ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പോ അവൻ എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണ സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം. പോരെ? പോരാ, എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവന്റെ അച്ഛനും അമ്മയൊക്കെ. അത് മാത്രം ചോദിക്കരുത് സാബ്, പറയാൻ എനിക്ക് വാക്കുകളില്ല. അതുകൊണ്ട് അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ്. അവനെന്താണ് പ്രശ്നം ഉണ്ടാക്കിയത് സാബ്? എന്റെ സഹോദരിയെ കുറിച്ച് അറിയാലോ. അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഒക്കെ സ്വത്ത് മോഹിച്ച് വരുന്നവരാ. സ്വത്ത് കൈക്കലായാൽ അവൾ അവർക്കൊരു ഭാരവും. അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരമാവില്ല, സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും. ഇപ്പോ താനൊന്ന് മനസ്സുവെച്ച സംഗതി കൊള്ളാം. പക്ഷെ ഇതേ കുറവുള്ള ആളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല. ആകപ്പാടെ പരിചയമുള്ള സാബ. ആ, സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പഞ്ചാബിലല്ല, ഇവിടെ. തന്റെ അനന്തരവൻ. അവനെ ഞങ്ങൾക്ക് തന്നൂടെ? ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ. പഞ്ചാബി എന്നോ മലയാളി എന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. സാബ് പറയുന്നത് ഈ കല്യാണം? അതെ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്നോട് ചോദിക്കാണ്ട് എന്റെ കല്യാണം നടത്താൻ അയാൾ ആരാ? നിന്റെ അമ്മാവൻ. അമ്മാവൻ മണ്ണാങ്കട്ട. എന്റെ കല്യാണത്തിന് എന്റെ സമ്മതം വേണ്ടേ? പക്ഷെ നിന്നോട് സമ്മതം ചോദിച്ചാൽ നീ കേൾക്കൂലല്ല. കേട്ടാ തന്നെ മിണ്ടേയില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. രമണ, നിങ്ങൾക്ക് ആർക്കും എന്റെ ഗൗരവം മനസ്സിലാവുന്നിട്ടാ? ഇനി എന്ത് മനസ്സിലാക്കാൻ? മിണ്ടാതിരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ കല്യാണം നടക്കും. മിണ്ടാ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ മരണവും നടക്കും. ഇതിൽ ഏത് ഓട്ടോമാറ്റിക് വേണം നീ തീരുമാനിക്കും.